പൊന്നാനിക്കാരുടെ മെയിൻ ആയിട്ടുള്ള മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പച്ചരി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്, പിന്നെ ഒരു 5 പപ്പടം ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും, പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂണോളം ചോറുമാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ പച്ചരി കുതിർത്ത് വെച്ച പച്ചരിയും അതുപോലെ പപ്പടവും ചോറും ചേർത്തിട്ട് കുറച്ച് വെള്ളം, അതായത് ഈ മിക്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെള്ളം വരുന്ന രീതിയിൽ വെള്ളം, കുറച്ച് ഉപ്പ്, അതായത് ആവശ്യത്തിന് ഉപ്പോട് ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സ് നല്ല കറക്റ്റായിട്ട് ഫൈനായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇത്ര സിമ്പിളാണ് ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് അവിടെ ചീനച്ചട്ടിയിലാണ്, ഇത് ഇതുപോലെ കുണ്ടുള്ള പാത്രത്തിൽ ഫ്രൈ ചെയ്താലേ ഇത് പ്രോപ്പറായിട്ട് ഫ്രൈ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കയ്യിൽ ഇതിങ്ങനെ മാവെടുത്ത് ഒഴിച്ചത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഈ പത്തിരി നന്നായിട്ട് പൊന്തി വരും. ആ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ 2 സൈഡൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് നമ്മൾ മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ. ഇത് ബീഫിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. അതുമാത്രമല്ല ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും ഒക്കെ അതുപോലെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ റിവ്യൂസ് അറിയിക്കുക.